നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ സമാധാനത്തിന് ഒരു പുതിയ വഴിയെന്ന അവകാശവാദത്തോടെ ഇറാൻ മുന്നോട്ട് വെച്ച 14 പോയിന്റ് സമാധാന പദ്ധതി ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. യുദ്ധഭീഷണിയും സാമ്പത്തിക സമ്മർദ്ദവും ഒരേ സമയം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നീക്കം യഥാർത്ഥ സമാധാന ശ്രമമാണോ അല്ലെങ്കിൽ ഒരു തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമാണോ എന്നതാണ് പ്രധാന ചർച്ച. ഹോർമൂസ് കടലിടുക്കിലും ഇസ്രയേൽ ഇറാൻ പ്രോക്സി സംഘർഷങ്ങളിലും തീ പടരുന്ന വേളയിൽ അപ്രതീക്ഷിതമായി സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ ഇറാൻ തയ്യാറാകുന്നത് സ്വാഭാവികമായും സംശയങ്ങൾക്ക് ഇടവരുത്തുകയാണ്. 30 ദിവസത്തിനുള്ളിൽ യുദ്ധവിരാമവും സംഭാഷണവും ഉറപ്പാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന 14 പോയിന്റ് പദ്ധതി പ്രദേശത്തെ സംഘർഷങ്ങളെ ശമിപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത് സമയം നേടാനുള്ള രാഷ്ട്രീയ നീക്കമോ? ഇതാണ് ലോകം ചോദിക്കുന്ന ചോദ്യം. ഇറാന്റെ ഈ നീക്കത്തെ മനസ്സിലാക്കാൻ അവരുടെ നിലവിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് കാലഘട്ടത്തിൽ ശക്തിപ്പെടുത്തിയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഇറാന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ഗൗരവകരമായി ബാധിച്ചിട്ടുണ്ട്. വിലക്കയറ്റം, തൊഴിൽക്ഷാമം, ജനങ്ങളുടെ അസന്തോഷം ഇവയെല്ലാം ഭരണകൂടത്തിന് വലിയ വെല്ലുവിളികളാണ്. ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് താല്പര്യം കാണിക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയ്ക്കാനും ഉപരോധങ്ങളിൽ ഇളവ് നേടാനും ലക്ഷ്യമിട്ടുള്ള നീക്കമായും വിലയിരുത്താം. അതേസമയം ഇറാൻ തന്റെ പ്രാദേശിക സ്വാധീനം ശക്തിപ്പെടുത്താനുള്ള ശ്രമവും തുടരുകയാണ്. ഹിസ്ബുള്ള, യമനിലെ ഹൂതി വിഭാഗം തുടങ്ങിയ പ്രോക്സി ശക്തികളിലൂടെ അവർ മിഡിൽ ഈസ്റ്റിൽ സാന്നിധ്യം നിലനിർത്തുന്നു. അതിനാൽ സമാധാന പദ്ധതി അവതരിപ്പിക്കുമ്പോഴും അവരുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇപ്പോൾ പ്രദേശത്തെ യുദ്ധാവസ്ഥ വളരെ സങ്കീർണമാണ്. ഇസ്രായേലും ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം നടന്നിട്ടില്ല എങ്കിലും പ്രോക്സി സംഘർഷങ്ങൾ ശക്തമായി തുടരുന്നുണ്ട്. ഗാസ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങളും തിരിച്ചടികളും പതിവാണ്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായ സംഘർഷങ്ങൾ ആഗോള എണ്ണ വ്യാപാരത്തെയും ബാധിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു 30 ദിവസത്തെ സീസ് ഫയർ നിർദ്ദേശം വളരെ ആകർഷകമായി തോന്നിയാലും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നടപ്പിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ യുദ്ധത്തിൽ നിരവധി വിഭാഗങ്ങൾ പങ്കാളികളാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത ലക്ഷ്യങ്ങളുണ്ട്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഉടനെ യുദ്ധവിരാമം നടപ്പിലാക്കുകയും തുടർന്ന് നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യാവകാശ സഹായങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രദേശത്ത് സ്ഥിരത ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഇടപെടൽ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേൾക്കുമ്പോൾ വളരെ പോസിറ്റീവായി തോന്നുന്ന ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ ശക്തമായ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണ്. ഇറാന്റെ നീക്കത്തെ പല രാജ്യങ്ങളും സംശയത്തോടെയാണ് കാണുന്നത്. പ്രധാനമായും ഇത് സമയം നേടാനുള്ള ശ്രമമോ എന്നതാണ് ചോദ്യം ഉയരുന്നത്. യുദ്ധസമ്മർദ്ദം കൂടുന്ന സമയത്ത് സീസ് ഫയർ ആവശ്യപ്പെടുന്നത് താൽക്കാലിക ആശ്വാസം നേടാൻ വേണ്ടിയുള്ള തന്ത്രമാകാമെന്ന അഭിപ്രായം ശക്തമാണ്. കൂടാതെ ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ സമാധാനത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ പദ്ധതി വിജയിക്കുമോ എന്നത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അമേരിക്ക, ഇസ്രയേൽ, അറബ് രാജ്യങ്ങൾ എന്നിവയുടെ പ്രതികരണം നിർണായകമാണ്. അതേസമയം സമാധാനത്തിനുള്ള ഒരു ചെറിയ അവസരം പോലും അവഗണിക്കാനുമാകില്ല. ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ഇതൊരു പ്ലാറ്റ്ഫോമായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ വിശ്വാസം പുനഃസ്ഥാപിക്കാതെ യാതൊരു സമാധാന പദ്ധതിയും ഒരു വശത്ത് പ്രതീക്ഷയും മറുവശത്ത് സംശയവും ഒരുപോലെ സൃഷ്ടിക്കുന്നതാണ്. ഇത് യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയാകാമെങ്കിലും രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. നിലവിലെ യുദ്ധ സാഹചര്യവും പ്രാദേശിക രാഷ്ട്രീയവും പരിഗണിക്കുമ്പോൾ ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ എല്ലാ പക്ഷങ്ങളും ആത്മാർത്ഥമായി മുന്നോട്ട് വരേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതൊരു മറ്റൊരു നയതന്ത്ര ശ്രമമായി ചരിത്രത്തിൽ മാത്രം രേഖപ്പെടാൻ ഇടയുണ്ട്.